പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് മെയ് മാസത്തിൽ നടക്കാൻ പോകുന്ന WWE അടുത്ത പ്രീമിയം ലൈവ് ഇവൻ്റ് ആണ് ക്ലാഷ് ഇൻ ഇറ്റലി എന്ന ഇവൻ്റ്. ഇൻ്റർനാഷണൽ പ്രീമിയം ലൈവ് ഇവൻ്റ് ആയതുകൊണ്ട് തന്നെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സൂപ്പർ സ്റ്റാർസിനെയും ഈ ഒരു ഇവൻറ്റിലേക്ക് WWE നിലവിൽ കൺഫേം ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ പോസ്റ്ററും WWE സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പുറത്തേക്ക് വിട്ടു. പക്ഷേ OTC റോമൻ റീൻസ് എന്ന സൂപ്പർ താരത്തെ നമുക്കവിടെ കാണാൻ സാധിച്ചിട്ടില്ല. റോമൻ റീൻസിനെ WWE ഈ പ്രീമിയം ലൈവ് ഇവൻറ്റിൽ നിന്ന് ഒഴിവാക്കിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റ് സൂപ്പർ താരങ്ങളായ ഗുന്തർ, ഒബാഫെമി, സെത്ത് റോളിൻസ്, കോഡി റോഡ്സ്, റാൻഡി ഓർട്ടൺ, CM പങ്ക് തുടങ്ങിയ താരങ്ങളെയൊക്കെ ഈ ഒരു ഇവൻറ്റിലേക്ക് അവർ അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റോമൻ റീൻസിനെ മാത്രമാണ് ഒഴിവാക്കിയിട്ടുള്ളത്. അത് എന്തുകൊണ്ടായിരിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? റോമൻ റീൻസിൻ്റെ പാർട്ട് ടൈം ഷെഡ്യൂൾ ആയിരിക്കുമോ, അതോ റോമൻ റീൻസ് റസൽമേനിയ 42 പരാജയപ്പെട്ട് മാറി നിൽക്കുന്ന ഒരു തീരുമാനമായിരിക്കുമോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ്, ഇന്നലത്തെ റോ എപ്പിസോഡിൽ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ CM പങ്ക് പാറ്റ് മക്ഫിയെ കളിയാക്കി സംസാരിച്ചതിന് പാറ്റ് ഇപ്പോൾ വലിയൊരു മറുപടി തിരികെ കൊടുത്തിട്ടുണ്ട്. ഇന്നലത്തെ റോ എപ്പിസോഡിൽ CM പങ്ക് പറഞ്ഞത് ബിസിനസ് ഡള്ളാകാനുള്ള കാരണം ടിക്കറ്റ് പ്രൈസ് കൂടിയതുകൊണ്ടാണ്. അപ്പോൾ പാറ്റ് നിൻ്റെ ബോസിനോട് പറഞ്ഞിട്ട് ടിക്കറ്റ് പ്രൈസ് കുറയ്ക്കാൻ നോക്കൂ എന്നുള്ളത് CM പങ്ക് ഒരു മറുപടിയായിട്ട് പാറ്റ് മക്ഫിയോട് പറയുകയുണ്ടായി. ഇതിനുള്ള ഒരു മറുപടി പാറ്റ് കൊടുക്കുന്നത് ഇപ്പോൾ WWE ഒരു ടിക്കറ്റിന് ഈടാക്കുന്ന ഒരു തുക, ആ ഒരു തുകക്കുള്ള മൂല്യം പോലും CM പങ്കിന് ഇല്ല. CM പങ്കിൻ്റെ വില അത്രയും താഴെയാണ് എന്നുള്ളതാണ് പാറ്റ് കൊടുത്ത ഒരു മറുപടി. എന്തായാലും പാറ്റ് CM പങ്കിന് അർഹമായിട്ടുള്ള ഒരു മറുപടി കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പാറ്റിൻ്റെ ഭാഗത്തു നിന്ന് നോക്കിയാൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കുമെങ്കിലും ഇതിനുള്ള ഒരു മറുപടി ഇനി CM പങ്ക് എങ്ങനെയായിരിക്കും കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത റോ എപ്പിസോഡിൽ ഇനി കാണേണ്ടത്. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് റസൽമേനിയ 42 ഇക്കഴിഞ്ഞ ആഴ്ചകളിൽ നടക്കുന്ന സ്റ്റോറി ലൈൻ വീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രസകരമായിട്ട് തന്നെ ഈ എല്ലാ റെസ്ലേഴ്സും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മറുപടികൾ കൃത്യമായി കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്നത് ചില കൂട്ടുകാരുടെ ഒരു സംശയം ക്ലിയർ ചെയ്യാനുള്ള ഒരു അപ്ഡേറ്റ് ആണ്. സാക്ഷാൽ ഡ്വെയ്ൻ ദ റോക്ക് ജോൺസൺ റസൽമേനിയ 42 അപ്പിയർ ചെയ്യുമോ എന്ന് പലർക്കും സംശയമുണ്ട്. റോ എപ്പിസോഡിൽ CM പങ്ക് റോക്കിൻ്റെ പേര് മെൻഷൻ ചെയ്തതും ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ചില റൂമേഴ്സും റോക്കിൻ്റെ ഒരു അപ്പിയറൻസ് ഉണ്ടായേക്കാം സാധ്യത ഉണ്ട് എന്നുള്ളൊരു വാർത്തകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ അതിനുള്ളൊരു ക്ലാരിഫിക്കേഷൻ നൽകുക. റോക്ക് വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ചില ആരാധകരെങ്കിലും ടിക്കറ്റ് എടുത്താൽ അത് അത്രയും ലാഭമാണ് കമ്പനിക്ക് നൽകുക. അപ്പോൾ അത് മാത്രമാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. റോക്ക് വരും എന്നുള്ള ഒരു രീതിയിൽ ആളുകൾ ഒരു പ്രതീക്ഷ കൊടുക്കുക, എന്നിട്ട് എറീനയിലേക്ക് സ്റ്റേഡിയത്തിലേക്ക് ആളുകളെ എത്തിക്കുക, ടിക്കറ്റ് അവരെ കൊണ്ട് മേടിപ്പിക്കുക, എന്നിട്ട് ഷോ നടത്തുക, എന്നിട്ട് ആ ഷോ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതിൽ ഉപരി റോക്കിനെ കൊണ്ടുവരാനോ അല്ലെങ്കിൽ റോക്കിനെ കേന്ദ്രീകരിച്ചുള്ള സ്റ്റോറി ലൈൻ ചെയ്യാനൊന്നും റസൽമേനിയ 42 അവർക്ക് യാതൊരുവിധ പ്ലാനും ഇല്ല. അപ്പോൾ റോക്കിൻ്റെ ഒരു അപ്പിയറൻസ് ആരും പ്രതീക്ഷിക്കുന്നില്ല. അത് നൈറ്റ് 1 നൈറ്റ് 2 നടക്കാൻ പോകുന്നില്ല. പാറ്റ് മക്ഫിയുടെ പിറകിൽ റോക്കായിരിക്കും എന്നുള്ള ചില റൂമേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും നടക്കാൻ പോകുന്നില്ല. കൂടാതെ CM പങ്ക് റോക്കിൻ്റെ പേര് മെൻഷൻ ചെയ്തതും ടിക്കറ്റ് സെയിൽസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം മാത്രമാണ്. അല്ലാതെ റോക്കിനെ കൊണ്ടുവരാൻ യാതൊരുവിധ പ്ലാനും WWE നിലവിൽ ഇല്ല എന്നുള്ളത് കൂടി നമ്മുടെ ഈ ഒരു അപ്ഡേറ്റിലൂടെ പങ്കുവെക്കുന്നു. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.